നവജാത ശിശുക്കളിൽ മലബന്ധം സാധാരണമാണ്. കുഞ്ഞുങ്ങളിലെ മലമൂത്ര വിസർജനം മിക്ക മാതാപിതാക്കൾക്കും ആശങ്കാജനകമായ ഒരു കാര്യമാണ്. ഇവ രണ്ടും കുഞ്ഞുങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വളരാനുള്ള സാധ്യതയും കൂടുതലാണ്. മുതിർന്നവരെ പോലെ പറയാൻ സാധിക്കാത്തതിനാൽ മലബന്ധം മൂലം അവർ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയുകയാണ് ആദ്യം വേണ്ടത്. അത്തരത്തിലുള്ള ലക്ഷണങ്ങളും അവ തടയുന്നതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മിക്ക കുഞ്ഞുങ്ങളും ദിവസത്തിൽ ഒരിക്കൽ മലവിസർജനം നടത്തുന്നു. പക്ഷേ 1-2 ദിവസത്തേക്ക് മലമൂത്ര വിസർജനം ഉണ്ടാകാതിരിക്കുന്നതും സാധാരണമാണ്. ആവശ്യത്തിന് മുലപ്പാൽ കുടിക്കാതിരിക്കുന്നതും മലബന്ധത്തിന് കാരണമാകാം. പാൽ തികട്ടി വരിക, വയറുവേദന മൂലം കരയുക, വയറ് വീർത്തതുപോലെ തോന്നുക ഇവയെല്ലാം മലബന്ധത്തിന്റെ ലക്ഷണങ്ങളാണ്. മുതിർന്നവരായാലും കുഞ്ഞുങ്ങളായാലും മലബന്ധം തടയാനോ നിയന്ത്രിക്കാനോ പരിഹാരങ്ങൾ നിലവിലുണ്ട്. മുലപ്പാലിൽ സ്വാഭാവികമായി ലഭിക്കുന്ന നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ കുട്ടികൾക്ക് മുലയൂട്ടുന്നത് തുടരുക. അത് കുഞ്ഞിന്റെ മലമൂത്ര വിസർജനം സുഗമമാക്കുന്നു. 6 മാസം കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ പഴച്ചാറുകൾ നൽകുന്നതാണ് നല്ലത്. കൂടാതെ അവർക്ക് ഭക്ഷണം നൽകുന്നതിനിടയിൽ ആവശ്യത്തിന് വെള്ളവും കൊടുക്കുക. നവജാത ശിശുക്കളിൽ 1-2 ദിവസത്തിൽ കൂടുതൽ മലബന്ധം കണ്ടെത്തിയാൽ ഡോക്ടറിനെ സമീപിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതിനുള്ള മരുന്നുകൾ നൽകാൻ അവർക്ക് സാധിക്കും. 6 മാസം കഴിഞ്ഞ കുട്ടികളിൽ ചില വീട്ടുവൈദ്യങ്ങൾ പരീക്ഷിക്കാവുന്നതാണ്. കുട്ടികൾക്ക് നെയ്യ് നൽകുന്നത് മലബന്ധത്തെ തടയുന്നു. പഴം പൊതുവെ മലബന്ധത്തിന് നല്ലൊരു മരുന്നാണ്. രാവിലെ വെറും വയറ്റിൽ പഴവും ഒപ്പം ചെറു ചൂടുള്ള വെള്ളവും നൽകുന്നത് കുട്ടികളിൽ മലവിസർജനം എളുപ്പമാക്കുന്നു. ഒരു നല്ല സമീകൃതാഹാരം കഴിക്കുന്ന രീതി കുട്ടികളിൽ ശീലിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ആവശ്യത്തിന് നാരുകൾ അടങ്ങിയ ഭക്ഷണം ഇതിനായി നൽകാം. കൂടാതെ കുഞ്ഞിന്റെ വയറ്റിൽ ചെറിയ മസാജ് നൽകുന്നത് അവരുടെ അസ്വസ്ഥതകൾ ലഘൂകരിക്കാനും എളുപ്പമാകും. ആഴ്ചയിൽ വെറും 3 ദിവസം മാത്രം വയറ്റിൽ നിന്നും പോകുന്നത് കുട്ടികളിൽ മലബന്ധം ഉണ്ട് എന്നതിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഇത്തരം ദിവസങ്ങളിൽ വയറ്റിൽ നിന്നും പോകുമ്പോൾ നല്ല കട്ടിയിൽ മലം പോവുകയും അതുപോലെ മലം പോകുമ്പോൾ കുട്ടികൾ ശക്തിയിൽ മുക്കുന്നതും കാണാം. ഇത്തരത്തിൽ സമയമെടുത്ത് മലം പോകുന്ന സമയത്ത് കുട്ടികൾക്ക് വേദന അനുഭവപ്പെടും. കൂടാതെ നല്ലപോലെ വയറ് വേദനിക്കാനും ആരംഭിക്കും. അതുപോലെ കുറച്ചായി കട്ടിയുള്ള മലം കുട്ടിയുടെ വസ്ത്രത്തിൽ കാണപ്പെടുന്നത് കുട്ടിയുടെ മലം പൂർണ്ണമായും പോയിട്ടില്ലെന്നും ഇത് മലബന്ധത്തിന്റെ ആരംഭമാണെന്നും മനസ്സിലാക്കണം. ചില കുട്ടികളിൽ രക്തത്തിന്റെ അംശം മലത്തിൽ കണ്ടെന്നും വരാം. ഇത്തരത്തിൽ മലം പോകാതിരിക്കുന്നതും തുടർച്ചയായി മലം പോകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വയറുവേദന, രക്തം പോകുന്നതുമെല്ലാം തന്നെ കുട്ടികളിൽ ഭയവും അതുപോലെ സങ്കടവും ഉണ്ടാക്കുന്നവയാണ്. ഈ ഭയം മൂലം പിന്നീട് ബാത്റൂമിൽ പോകാൻ പോലും കുട്ടികൾ മടിച്ചെന്നിരിക്കാം. ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതിനാൽ മുൻകൂട്ടി ലക്ഷണങ്ങൾ മനസ്സിലാക്കി ഇതിനുവേണ്ട പരിഹാരം ചെയ്യേണ്ടത് അനിവാര്യമാണ്. കുട്ടികളിൽ മലബന്ധം വരുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അവരുടെ തെറ്റായിട്ടുള്ള ആഹാര രീതി തന്നെയാണ്. കൂടാതെ മറ്റു പല കാരണങ്ങളും മലബന്ധത്തിലേക്ക് നയിക്കാം. അവ ഏതെല്ലാമെന്ന് നോക്കാം. ബാത്റൂമിൽ പോകാതെ അടക്കി പിടിക്കുന്നത്. ചില കുട്ടികൾക്ക് ബാത്റൂമിൽ പോകാൻ മടിയായിരിക്കും. ചിലപ്പോൾ അവരുടെ പേടിയാണ് ഇതിലേക്ക് നയിക്കുന്നുണ്ടാവുക. ഇത്തരത്തിൽ പോവാതെ അടക്കി വെക്കുന്നത് മലബന്ധം ഉണ്ടാകുന്നതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. അടുത്തത് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ട വിധം അറിയാതിരിക്കുന്നത്. ചില കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടത് എന്ന് അറിയാത്ത പ്രശ്നമുണ്ട്. ഇത്തരത്തിൽ അറിയാത്തതിനാൽ തന്നെ പല കുട്ടികളുടെയും മലം കൃത്യമായ രീതിയിൽ പോകാതിരിക്കുന്നു. ഇത് മലബന്ധത്തിന് കാരണമാകുന്നു. അതുപോലെ അടുത്തത് കൃത്യമല്ലാത്ത ഭക്ഷണ രീതി. കൃത്യമല്ലാത്ത ഭക്ഷണ രീതികൾ പലപ്പോഴും കുട്ടികളിൽ മലബന്ധം ഉണ്ടാക്കിയേക്കാം. അതായത് ഫൈബർ അടങ്ങിയ ഭക്ഷണം അധികം കഴിക്കാത്തതും നല്ലപോലെ വെള്ളം കുടിക്കാത്തതും എല്ലാം തന്നെ മലബന്ധം ഉണ്ടാകുന്നതിന് പ്രധാന കാരണങ്ങളിൽ പെട്ടവയാണ്. ചില മരുന്നുകളുടെ ഉപയോഗവും മലബന്ധത്തിന് കാരണമാകുന്നുണ്ട്. ചില മരുന്നുകൾ കഴിക്കുന്ന കുട്ടികളിൽ മലബന്ധം കണ്ടുവരാറുണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും മലബന്ധത്തിന്റെ പ്രശ്നമുണ്ടെങ്കിൽ അത് പാരമ്പര്യമായി തന്നെ കുട്ടികൾക്കും ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ നല്ല ശ്രദ്ധ അനിവാര്യമാണ്. കുട്ടികളിൽ ഉണ്ടാവുന്ന മലബന്ധം വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം. നല്ലപോലെ ഫൈബർ അടങ്ങിയ ഭക്ഷണം നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഇത് കുട്ടികളിൽ മലബന്ധം ഇല്ലാതാക്കാൻ സഹായിക്കും. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ കുട്ടിക്ക് നന്നായി വെള്ളം കൊടുക്കാനും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഇത് ദഹനം നല്ല രീതിയിൽ നടക്കുന്നതിനും കട്ടിയിൽ മലം പോകാതിരിക്കാനും സഹായിക്കും. കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടുന്നത് വളരെ നല്ലതാണ്. ഇത് കുട്ടിയുടെ ശരീരത്തിന് ലഭിക്കുന്ന നല്ലൊരു വ്യായാമം കൂടിയാണ്. മലബന്ധം ഇല്ലാതിരിക്കാൻ സഹായിക്കും. കുട്ടികൾ കക്കൂസിൽ പോകാൻ മടിച്ചാൽ അത് പോകണമെന്നും അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിന്റെ കാര്യഗൗരവം കുട്ടികളിൽ എത്തുന്ന രീതിയിൽ തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.